എയർ ഇന്ത്യ വിമാനത്തിലെ ഇന്ധന എഞ്ചിൻ സ്വിച്ചിൽ തകരാർ കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വിമാനത്തിന് സാങ്കേതിക തകരാറില്ലെന്നാണ് DGCAയുടെ പ്രതികരണം. ബോയിങ്ങിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തിയെന്നും സ്വിച്ചിന് തകരാറുകളൊന്നുമില്ലെന്നും DGCA. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പറയൂ. SKN അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണപ്പോൾ അതിന് കാരണമായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയത് എഞ്ചിൻ ഫ്യൂൽ സ്വിച്ച്, ഇന്ധന എഞ്ചിൻ സ്വിച്ച് അത് റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ്, അതായത് അത് ഓഫായി എന്നതാണ്. ആ പറന്നു തുടങ്ങിയതിന് ശേഷം ഓഫായി എന്നതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന ചർച്ചകളിൽ പ്രാഥമിക റിപ്പോർട്ടിൽ അത് പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്ന ധ്വനി ആ റിപ്പോർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ലണ്ടനിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വരേണ്ട ഒരു ഫ്ലൈറ്റിനും ഒരു എയർ ഇന്ത്യ വിമാനത്തിനും ഈ ബോയിങ് 787 വിമാനത്തിനും സമാനമായ തകരാറ് കണ്ടെത്തുകയും അവിടെ അത് ഗ്രൗണ്ട് ചെയ്ത് പരിശോധനകളൊക്കെ നടത്തേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പൈലറ്റിന്റെ വീഴ്ചയല്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും അത് സജീവമാവുന്നതിനിടെയാണ് വിമാനം ബംഗളൂരുവിലെത്തി അത് പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ DGCA ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. DGCA പറയുന്നത് ഇത്തവണയും അത് വിമാനത്തിന്റെ ഒരു സാങ്കേതിക തകരാറല്ല, അത് ബോയിങ് കമ്പനി ഉണ്ടാക്കുന്ന ഈ വിമാനത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറില്ല എന്നത് തന്നെയാണ് DGCA ഇത്തവണയും നിലപാടെടുത്തിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് പൈലറ്റിന്റെ പിഴവ് എന്ന് നേരിട്ട് അങ്ങ് പറയാതെ ഒരു ഇൻഡയറക്റ്റായി പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് പിഴവ് എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ പറയുന്നത് ഈ സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നമില്ല, അതിന് പ്രശ്നമുണ്ടായത് ഡ്യൂ ടു ഇംപ്രോപ്പർ ഫോഴ്സ് അപ്ലിക്കേഷൻ. ഈ ഫോഴ്സ് ഇതിൽ ബലം പ്രയോഗിച്ചതിൽ സ്വിച്ചിൽ തെറ്റായ രീതിയിൽ തെറ്റായ ദിശയിൽ ബലം പ്രയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അത് പൈലറ്റിന്റെ വീഴ്ച എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് സാങ്കേതികമായ തകരാറൊന്നും വിമാനത്തിലില്ല എന്നുള്ള നിലപാടാണ് ഇത്തവണയും DGCA ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. ഏതായാലും അഹമ്മദാബാദ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം, അതിന് പിന്നാലെ ബംഗളൂരുവിലേക്ക് ലണ്ടനിൽ നിന്ന് വരേണ്ട വിമാനത്തിൽ സമാനമായ ഒരു തകരാർ കണ്ടെത്തുന്നു. എന്നാൽ ഇത്തവണയും വിമാന കമ്പനിക്ക് ഒരു പഴിയും കേൾക്കേണ്ടി വരുന്നില്ല എന്നതാണ് SKN ശ്രദ്ധേയം. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.